കോൺഗ്രസിന് അകത്തുമല്ല പുറത്തുമല്ല. ഇതാണ് ശശി തരൂരിൻ്റെ അവസ്ഥ. അകത്താണോ എന്ന് ചോദിച്ചാൽ അല്ല, പുറത്താണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പുറത്തു പോകാൻ ശശി തരൂർ തന്നെ തീരുമാനം എടുത്തിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇക്കാര്യം പൊളിറ്റിക്സ് കേരളയോട് വ്യക്തമാക്കിയത്. ശശി തരൂരിൻ്റെ മനസ്സറിയുന്ന നേതാക്കൾ. ശശി തരൂർ അടുത്തിടെയായി കോൺഗ്രസിന് പുറത്തു തന്നെയാണ്. രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചു ചേർത്ത എംപിമാരുടെ യോഗത്തിൽ ശശി തരൂർ പങ്കെടുത്തില്ല. മറിച്ച് വ്ളാഡിമിർ പുടിനെ കാണാൻ ശശി തരൂർ മോദിയുടെ നിർദ്ദേശപ്രകാരം പോയി. രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും മോദി ക്ഷണിച്ചില്ല വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ. മറിച്ച് ക്ഷണിച്ചത് ശശി തരൂറിനെയാണ്. ഇതോടെ ശശി തരൂർ എങ്ങോട്ടാണ് എന്നതിൻ്റെ വ്യക്തമായ രൂപം കിട്ടിക്കഴിഞ്ഞു. കുറേ കാലമായി മോദി സ്തുതി പാടി നടക്കുന്നുണ്ട് തരൂർ. മോദിയോട് തരൂറിന് ഭയഭക്തി ബഹുമാനമാണ്. മോദിയെ തൻ്റെ രക്ഷാപുരുഷനായി കണ്ടുകൊണ്ട് അളവറ്റ മോദി സ്തുതിയുമായി നടക്കുന്ന തരൂർ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJPക്ക് ഭാവുകങ്ങളും നേർന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വിജയിച്ച BJPക്ക് ഭാവുകങ്ങൾ നേരുന്ന ശശി തരൂർ രാജിവെക്കാൻ എടുക്കുന്ന ദിവസവും ശ്രദ്ധേയമായിരിക്കും. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളെ ആശീർവദിക്കാനും ആശംസകൾ നൽകാനും ഒക്കെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP അംഗങ്ങളെ ആശീർവദിക്കാനാണ് നരേന്ദ്രമോദി എത്തുന്നത്. ആ ദിവസം തന്നെ ശശി തരൂർ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാൻ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. കാരണം കൃത്യമായി വാർത്തകൾ ചേക്കേറുന്ന നിമിഷങ്ങളിൽ, വാർത്തകൾ ഫോക്കസ് ചെയ്യുന്ന നിമിഷങ്ങളിൽ മോദിക്ക് മുമ്പിൽ തരൂർ BJP ഷാൾ ഏറ്റുവാങ്ങും. BJPയുടെ ഷാൾ മോദി തന്നെ തരൂറിനെ അണിയിക്കും. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് തിരുവനന്തപുരം ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പും വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ശശി തരൂർ മത്സരിക്കും. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശശി തരൂറിനെ കാത്തിരിക്കുന്നത് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനവുമാണ്. അത് മോദി ഉറപ്പ് നൽകി കഴിഞ്ഞു. ഇതോടെ ശശി തരൂറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട്. ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റബലിൻ്റെ വിളയാട്ടമാണ്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് പാർട്ടിയെ തള്ളിപ്പറയുക, കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയെ പുകഴ്ത്തുക. ഇങ്ങനെ ഒരു ആണും പെണ്ണും കെട്ട കളിയാണ് ശശി തരൂർ കളിച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെ വാർത്തകൾ ഫോക്കസ് ചെയ്യണമെന്നും എപ്പോൾ താൻ രാജിവെച്ചാൽ വാർത്ത തനിക്ക് അനുകൂലമായി ചാനലുകൾ വരുമെന്നും ഒക്കെ കരുതി കൂട്ടി കണ്ടുകൊണ്ടാണ് ശശി തരൂർ രാജിക്ക് ഒരുങ്ങുന്നത്. മോദി തിരുവനന്തപുരത്തെത്തുന്ന ദിവസം രാജിക്ക് തീരുമാനമെടുത്തതും അതുകൊണ്ടാണ്. മോദി തിരുവനന്തപുരത്ത് എത്തിയാലുടൻ ശശി തരൂർ കോൺഗ്രസിൽ നിന്നുള്ള രാജി പ്രഖ്യാപിക്കും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തരൂറിൻ്റെ രാജി ഒരു തിരിച്ചടി തന്നെയാണ്. തരൂറിനെ വിശ്വപൗരനാക്കി ഉയർത്തിയതും മറ്റുമൊക്കെ കോൺഗ്രസ്സാണ്. തരൂറിൻ്റെ രാജിക്ക് കോൺഗ്രസ് ഉത്തരം പറയേണ്ട അവസ്ഥയും വരും. തരൂർ BJPയിലേക്ക് ചേക്കേറുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കോൺഗ്രസിനെതിരായ ആയുധമാക്കും. കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ പോലും BJPയിലേക്ക് പോകുന്നുവെന്നും കോൺഗ്രസും BJPയും കോൺഗ്രസിലെ പല നേതാക്കൾക്കും BJPയുമായി അവിഹിത ബന്ധമുണ്ടെന്നും ഒക്കെ CPM വെച്ചുകാച്ചും. കോൺഗ്രസ് നേതാക്കൾക്കും അതറിയാം. ശശി തരൂരിനെ പുറത്താക്കാൻ കോൺഗ്രസ് ഭയപ്പെടുന്നതിന് കാരണം ഒരു രക്തസാക്ഷിയുടെ പരിവേഷം അയാൾക്ക് കൊടുക്കണ്ട എന്ന് വെച്ചാണ്. ശശി തരൂർ കോൺഗ്രസിനോട് പറയുകയാണ്, എന്നെ ഒന്ന് പുറത്താക്കി തരൂ. അയാൾ പ്രവർത്തികളിലൂടെ അതാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് അത് ചെയ്യാത്തത്. അങ്ങനെ അയാളെ പുറത്താക്കിയാൽ ഒരു രക്തസാക്ഷിയുടെ പരിവേഷം അയാൾക്ക് ലഭിക്കും. അത് കോൺഗ്രസിന് തിരിച്ചടിയായി മാറും. സ്വയമേവ തന്നെ തരൂർ രാജിവെക്കട്ടെ എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. എന്തായാലും തരൂറിൻ്റെ രാജി ഇനി വൈകില്ല.
തരൂറിനെ സംബന്ധിച്ചിടത്തോളം BJP-യിൽ നിന്ന് കിട്ടാവുന്നത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനമാണ്. നരേന്ദ്രമോദിയുടെയും അടുത്ത ആൾ എന്ന നിലയിൽ തരൂർ ഇപ്പോൾ തന്നെ അറിയപ്പെടുന്നു. BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആൾ എന്നുള്ളത് മാറി ഏറ്റവും അടുത്ത ആളായി ശശി തരൂർ മാറും. മാത്രമല്ല, ഭാവിയിൽ കേരള മുഖ്യമന്ത്രിയായി ശശി തരൂറിനെ അവതരിപ്പിക്കാനും BJP-ക്ക് കഴിയും. അതുകൊണ്ട് ശശി തരൂർ BJP-യിലേക്ക് പോകുന്നത് BJP-ക്ക് നേട്ടം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോട്ടം തന്നെയാണ്. കാരണം തുടർച്ചയായി തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്ന ശശി തരൂർ സ്വന്തം കഴിവുകൊണ്ടാണ് കുറേയൊക്കെ വോട്ടുകൾ പിടിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ശക്തമായ വെല്ലുവിളിയാണ് ശശി തരൂർ അതിജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവിൽ തന്നെയാണ് അദ്ദേഹം ജയിച്ചു കയറിയത് എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ പാടവം അല്ലെങ്കിൽ സംഘടനാ സംവിധാനം അന്ന് വളരെ ദുർബലമായിരുന്നു. അതുകൊണ്ട് BJP-ക്ക് ഈസിയായി തേരോട്ടം നടത്താനായി. എങ്കിലും നിസാര വോട്ടിന് 15,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ വിജയിച്ച് കയറി. അങ്ങനെ വിജയിച്ചു കയറിയ ശശി തരൂർ പിന്നീട് ഒരു പ്രഖ്യാപനവും നടത്തി. താൻ ഇനി MP ആകാൻ ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്നതായിരുന്നു പ്രഖ്യാപനം. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJP സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കും. അദ്ദേഹം അങ്ങനെ BJP സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ശശി തരൂരിന് വീഴുന്നത് സാധാരണ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സുകാരുടെ വോട്ട് മാത്രമല്ല, അതിലപ്പുറം വ്യക്തിപരമായ ഒരു വോട്ടുകളും അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം വിജയിച്ചു പോകുന്നത്. സുനന്ദ പുഷ്കറിൻ്റെ മരണമുണ്ടാക്കിയ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയി. കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹം O രാജഗോപാലിനെ തോൽപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കയറി. അങ്ങനെ ജയിച്ചു കയറാൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. ശശി തരൂരിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രിയാകാനൊക്കെ. കോൺഗ്രസിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല, കേരളത്തിൽ നടപ്പാകില്ല എന്ന് തരൂർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെ BJP-യിലേക്ക് കൊണ്ടുപോകുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു ലോട്ടറി തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ അടർത്തിയെടുക്കാൻ BJP-ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതൊരു ലോട്ടറി ആയി BJP കണക്കാക്കും. മാത്രമല്ല, ഭാവിയിൽ BJP പ്രതീക്ഷിക്കുന്നത് 2035-ൽ BJP കേരളം പിടിച്ചെടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ഭാവിയിൽ കേരളം പിടിച്ചെടുക്കാൻ BJP ഒരുങ്ങുമ്പോൾ, അതിനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളെ കൊണ്ടുവരുന്നത് അവർക്ക് വലിയ മൈലേജ് നൽകും. ചിലപ്പോൾ ശശി തരൂർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യം വന്നാൽ നരേന്ദ്രമോദി തന്നെ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കുന്ന സാഹചര്യം വന്നാൽ നരേന്ദ്രമോദി തന്നെ നേരിട്ട് ശശി തരൂരിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്യും. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു തുറുപ്പ് ഗുലാൻ തന്നെയാണ് ശശി തരൂർ. അപ്പോൾ പറഞ്ഞു വന്നത്, ശശി തരൂരിൻ്റെ രാജി വൈകില്ല. എന്തായാലും ആ സസ്പെൻസ് തീർന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത് തലകുലുക്കി സമ്മതിക്കുന്നു.